ദോശയ്ക്ക് ഇഡലിക്കൊക്കെ ഡെയിലി ചമ്മന്തിയും സാമ്പാറും കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ദേ ഈ ഒരു തക്കാളി ചട്നി ഉണ്ടെങ്കിൽ എൻ്റെ ദോശ ഇഡലിയൊക്കെ കാലിയാകുന്ന വഴി അറിയത്തില്ല കേട്ടോ. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. പാത്രത്തിലേക്ക് 4 തക്കാളിയാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ആവശ്യമായ കശ്മീരി മുളകാണ് എടുക്കേണ്ടത്. ഇപ്പൊ ഇത് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയിട്ട് ഞാൻ ഒന്ന് തക്കാളിക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്ത് തക്കാളിയും മുളകും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി വെക്കാം. ഇനി തക്കാളിയുടെ തോലെല്ലാം കളഞ്ഞ് ചൂടാറിയതിന് ശേഷം മാത്രം വെള്ളം ചേർക്കാതെ മിക്സിയിലിട്ട് നമ്മൾ അരച്ചെടുത്ത് വെക്കണം. ഇത് എന്റെ റെസിപ്പി അല്ല കേട്ടോ, ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ടതിന്റെ റെസിപ്പിയാണ്. ഇനി നമുക്ക് കടുക് താളിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിച്ചെടുക്കുക. കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം കുറച്ച് ഉഴുന്നും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയാണ് ചേർക്കേണ്ടത്. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാം. ഈ ഒരു ചട്നി എന്ന് പറയുന്നത് ഇങ്ങനെ ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു റെസിപ്പി നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം. കൂടെ എന്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.